ഇറാനിൽ ഇപ്പൊ നടക്കുന്ന ആയത്തുള്ള അലി ഖമനയുടെ ഫ്യൂണറൽ ഒക്കെ കാണുന്ന സമയത്ത് ട്രംപിന് നല്ല വിഷമമുണ്ട്. അതായത് നമ്മൾ കുറെ ബോംബിട്ടിട്ടും നമ്മൾ പലതരത്തിലുള്ള പ്രഷർ ചെലുത്തിയിട്ടൊന്നും ഒരു കാര്യം ഒന്നും ആയിട്ടില്ല, അവർക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ള ഒരു സാധനം പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നല്ല വിഷമമുണ്ട്. അപ്പൊ ആ വിഷമത്തിൽ പറയുന്നതാണ് നമ്മള് അവർക്ക് ഈ ഫ്യൂണറൽ നടത്താൻ വേണ്ടിയിട്ട് ഒരാഴ്ചത്തെ അവധി നൽകിയിരിക്കുകയാണ്. നമ്മൾ വളരെ നൈസ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട്, നല്ല ആൾക്കാരായതുകൊണ്ട് നമ്മൾ അത് ചെയ്തു എന്നാ പറയുന്നത്. നമ്മൾ വേൾഡ് വാർ 2 ജയിച്ചു, നമ്മൾ അത് ജയിച്ചു, കോൾഡ് വാർ ജയിച്ചു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഇറാന് നമ്മൾ ഒരാഴ്ചത്തെ അവധി കൊടുത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാവേ. നല്ല വിഷമമുണ്ട്, മുഖത്ത് ചിരി ഉണ്ടെങ്കിൽ കൂടെ. നമുക്ക് അന്ന് കാണാം. We created the strongest and most powerful military. We won 2 world wars, the Cold War, left America's enemies in the depths of history. We beat Venezuela in one day, and we knocked the hell out of Iran. They're dying to settle. They want to settle so badly. We gave them a week off for a funeral because we're nice. അതാ പറഞ്ഞു. അതായത് അവിടെ എത്തുമ്പോ ഒരു 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 സ്ലോനെസ് വരുന്നുണ്ട്. അതിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഭയങ്കര പുച്ഛഭാവത്തോടെ പറയാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുമ്പോ അങ്ങനെയല്ല. നമ്മള് നമ്മളവർക്ക് ഒരു ആഴ്ചത്തെ ഇത് കൊടുത്തിരിക്കുകയാണ്, അങ്ങനെ പറയുമല്ലോ. അതുപോലെയാണ് സത്യത്തിൽ എനിക്ക് തോന്നിയത്. ട്രംപ് എന്താ പറഞ്ഞേ? അവര് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് അവര് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നു. അവര് ആ രാജ്യം യഥാർത്ഥത്തിൽ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ രാജ്യം കുട്ടിച്ചോറായി. അവർക്ക് നാവികസേന ഇല്ല, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സായുധ സേന ഇല്ല, അവരുടെ മൊത്തത്തിൽ എല്ലാ സാധനങ്ങളും എല്ലാം തകർന്നു എന്നാണ്. ഒബ്ലിട്രേറ്റഡ് എന്ന് പറയുന്ന വേർഡാണ് സാധാരണ ട്രംപ് ഉപയോഗിക്കാറ്. എന്നിട്ടുണ്ടല്ലോ, അതായത് ഈ തകർക്കപ്പെട്ട നശിപ്പിക്കപ്പെട്ട രാജ്യം എങ്ങനെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മാസീവായിട്ടുള്ള ബോംബിങ്ങിൽ തകർക്കപ്പെട്ട ഇറാൻ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യം ഇപ്പൊ ചെയ്യുന്നത് എന്താണെന്നറിയോ? തകർക്കപ്പെട്ട രാജ്യമാണ് പല രാജ്യങ്ങളിൽ നിന്നുള്ള ഡെലിഗേറ്റ്സിനെ ഇറാനിലോട്ട് കൊണ്ടുവരുന്നത്, അവർക്കുള്ള സേഫ്റ്റി ഒരുക്കുന്നത്. ഏകദേശം 2 കോടിയോളം ആൾക്കാര് പങ്കെടുക്കുന്ന വലിയ ഒരു ഫ്യൂണറൽ പരിപാടി അവർ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ അടക്കമുള്ള ആൾക്കാർ ചെന്നു. അതേപോലെ തന്നെ റഷ്യന്നും ചൈനയെന്നും സൗദി അറേബ്യന്നും ഖത്തറിനും അസർബൈജാനിന്നും ടുണീഷ്യന്നും ഒക്കെയുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ഒഫീഷ്യൽസും അതേപോലെ തന്നെ വിദേശകാര്യമന്ത്രിമാരടക്കമുള്ള ആൾക്കാര് ആ രാജ്യത്തിലേക്ക് എത്തുന്നത്. തകർന്ന് തരിപ്പണമായി ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു രാജ്യത്തിന്, അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമായിട്ടുള്ള ലീഡേഴ്സ് ഇല്ലാത്ത ഒരു രാജ്യത്തിന് എങ്ങനെ ഇങ്ങനത്തെ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും? അതാണ് ചോദ്യം. ഒരു വീക്ക് സമയം കൊടുത്തു, അവർ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നു. ഒരു വീക്ക് സമയം നമ്മൾ കൊടുത്തു, നമ്മൾ നൈസായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് എന്നുള്ളത്. പക്ഷേ ഇതിന് മുന്നേ പറഞ്ഞത് തകർന്ന് തരിപ്പണമായ രാജ്യമാണെന്നാണല്ലോ. അപ്പൊ അവർക്ക് എങ്ങനെ ഇത് സെറ്റിൽ ചെയ്യാൻ പറ്റി? അപ്പൊ അവര് തകർന്നിട്ടില്ലേ? അപ്പൊ ലീഡർഷിപ്പിനെ കൊന്നു, ടോപ്പ് ലീഡേഴ്സിനെ കൊന്നു എന്ന് വിചാരിച്ചിട്ട് യഥാർത്ഥത്തില് ഈ പറയുന്ന ആശയങ്ങൾ ഇല്ലാതാക്കാൻ പറ്റൂല. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് എസ്പെഷ്യലി ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. കാരണം 1979 ഇസ്ലാമിക് ഈ പറയുന്ന റിപ്പബ്ലിക് ആയിട്ട് ഇറാൻ മാറിയതിന് ശേഷം തന്നെ 100 കണക്കിന് ഇവരുടെ ലീഡർഷിപ്പ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു ബോംബാക്രമണത്തില് 89-ലോ 80-ലോ എങ്ങാണ്ടാണ് ഒരു ബോംബാക്രമണത്തില് 70 മന്ത്രിമാരടക്കം 70 ടോപ്പ് ലീഡേഴ്സ് ആണ് അന്ന് കൊല്ലപ്പെട്ടത്. 70 ടോപ്പ് ലീഡേഴ്സ്. അതിന് മുന്നത്തെ ദിവസം, അതിന്റെ തൊട്ടു മുന്നത്തെ ദിവസം ഇപ്പൊ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനയുടെ വീട്ടിലെ ഒരു സ്യൂട്ട് കേസ് പൊട്ടിത്തെറിച്ചിട്ടാണ് അങ്ങേരുടെ ഒരു കൈക്ക് സ്വാധീനമില്ലാണ്ടായി പോയത്. അങ്ങനെ ഈ പറയുന്ന രീതിയിൽ കൊല്ലപ്പെട്ടും അപ്പൊ ആ കൊല്ലപ്പെടുന്ന ആൾക്കാരെ റീപ്ലേസ് ചെയ്തും ഇങ്ങനെ സർവൈവ് ചെയ്ത് വന്നിട്ടുള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ഒരു ബോംബാക്രമണത്തിലൂടെ ഒരു ആയത്തുള്ള അലി ഖൊമനേനെ കൊന്നു എന്ന് വിചാരിച്ചിട്ട് ആ രാജ്യത്തിന് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടോ? ചരിത്രത്തിൽ നിന്നും
ഇറാന്റെ ചരിത്രത്തിൽ നിന്നും ഇറാനെ കുറിച്ചുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇറാന്റെ മേലെ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള കാര്യത്തിൽ ക്ലിയർ പിക്ചർ കിട്ടും. കാരണം അത്ര അധികം മന്ത്രിമാരടക്കം, ടോപ്പ് ഒഫീഷ്യൽസ് അടക്കം, മിലിറ്ററിയിലുള്ള ടോപ്പ് ആൾക്കാരടക്കം, സയന്റിസ്റ്റുകൾ അടക്കം കൊല്ലപ്പെട്ടിട്ടും ആ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി ജയന്റിനോട് പിടിച്ചു നിന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവിടെയാണ് ഒരാഴ്ചത്തെ സമയം നമ്മൾ കൊടുത്തു, നമ്മൾ നൈസായിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണെന്നുള്ളത്. യഥാർത്ഥത്തില് ഇതേ യുദ്ധം ഒരു 2 ആഴ്ചയും കൂടെ നീണ്ടു പോയിരുന്നു എന്നുണ്ടെങ്കിൽ അടുത്ത വരാനിരിക്കുന്ന മിഡ് ടേം ഇലക്ഷനിൽ തോറ്റ് തൊപ്പിയിട്ട് വീട്ടിലിരിക്കേണ്ടി വന്നേനെ. അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പദവിയിൽ മാത്രം ഇരിക്കെ നിർണായക തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയേനെ. എന്നിട്ടും അമേരിക്കയില്, അതായത് ഇറാനോട് കെഞ്ചി ഇറാനെ സമ്മർദ്ദത്തിലാക്കിയൊക്കെ ഈ പറയുന്ന MOU സൈൻ ചെയ്തിട്ടും എന്നിട്ട് JD വാൻസ് പറഞ്ഞത് എന്താണ്? ഓയിൽ സപ്ലൈ, ഓയിലിനെ റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. അപ്പൊ ഓയിൽ റീഫില്ല് ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ തകരൂലെ, പണി പാളൂലായിരുന്നോ? എന്നിട്ടോ ഈ പറയുന്ന ഹോർമൂസിലൂടെ കപ്പലുകൾ പോവാൻ തുടങ്ങിയിട്ടും അമേരിക്കയിലെ അമേരിക്കൻ എണ്ണ കമ്പനികള് ഈ പറയുന്ന പ്രൈസ് കുറച്ചില്ല എന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി ട്രംപ്. കല്ല് താഴേക്ക് വീഴുന്ന പോലെ അത്രയും വേഗത്തിലാണ് ക്രൂഡ് ഓയിലിന്റെ വില താഴോട്ട് വന്നത്. എന്നിട്ടും ഈ ടീമുകൾ എന്തുകൊണ്ടാണ് ഓയിലിന്റെ പ്രൈസ് കുറക്കാത്തതെന്നുള്ളതാണ്. അപ്പോ ഓയിലിന്റെ പ്രൈസ് കൂടിയതിലേ അമേരിക്കയിൽ നല്ല പ്രശ്നമുണ്ട്. ആ പ്രശ്നം തന്റെ പൊളിറ്റിക്കൽ കരിയറിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ട്രംപിന് നല്ല ബോധ്യമില്ലേ? അപ്പൊ ആ ബോധ്യത്തിൽ നിന്നല്ലേ യഥാർത്ഥത്തിൽ ഈ MOUയിലോട്ട് അമേരിക്ക എത്തിയത്. അപ്പൊ അമേരിക്കയുടെ ആവശ്യമായിരുന്നില്ലേ അത്? എന്നിട്ട് ഇങ്ങനെ നൈസായിട്ട് പറയുകയാണ്, ഞങ്ങൾ വളരെ നൈസായിട്ടുള്ള ആൾക്കാരതുകൊണ്ട് നമ്മൾ ഒരു വീക്ക് സമയം കൊടുത്തേക്കുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഫ്യൂണറലില് ഈ പറയുന്ന ഇറാന്റെ ഒഫീഷ്യൽസ് എല്ലാവരും വരുന്നതുകൊണ്ട് തന്നെ നല്ല നൈസ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവന്മാരെ തീർക്കാൻ എന്നുള്ള രീതിയിലുള്ള വർത്താനം കൂടെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയും കൂടെ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോയേനെ എന്നുള്ളതാണ്. ഇപ്പൊ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ എനിക്ക് തോന്നുന്നു UAEയും അതേപോലെ തന്നെ മറ്റേ ഇവര് ബഹ്റൈൻ ഒഴികെയുള്ള രാജ്യങ്ങളൊക്കെ ഏകദേശമൊക്കെ അമേരിക്കനെ കൈവിട്ട പോലെയാണ് ഇപ്പൊ ഉള്ളത്. കാരണം അവന്മാരവിടെ നിന്നിട്ടോ അവന്മാരവിടെ തീറ്റിപ്പോറ്റിട്ടോ യാതൊരു കാര്യമില്ല. ഇറാന്റെ ആക്രമണങ്ങളെ ഇവന്മാർക്ക് തടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇവന്മാര് പറഞ്ഞു വെച്ച ഇവന്മാരുടെ ഒരു ശക്തിയും പവറൊക്കെ വെച്ചിട്ട് ഇവരെങ്ങനെ തടുക്കണമായിരുന്നു, അതേപോലെ ഇവന്മാർക്ക് തടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യത്തില് ഏകദേശ ബോധ്യം ഈ പറയുന്ന സൗദിക്കും അതേപോലെ തന്നെ ഖത്തറിനും കുവൈത്തിനൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവന്മാര് ഇനി പതുക്കെ അങ്ങ് വിട്ടോട്ടോ എന്ന് പറയും. സൗദി ഓൾറെഡി പാകിസ്ഥാനെ ഏൽപ്പിച്ചു, അത് അതിലും കോമഡിയാണ്, അത് വേറെ കാര്യം. അപ്പൊ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇനിയും ഈ പറയുന്ന വാചാടോപം നടത്താം, പക്ഷെ റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് മൂഡ് കീറും എന്നുള്ളതാണ് പറയാനുള്ളത്.